നമസ്കാരം, സായിറാം. സായി ഗുരു ചാനലിലേക്ക് സ്വാഗതം. അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്. ഞങ്ങളൊക്കെ ഭഗവാനെ ഒരുപാട് വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ കഷ്ടതകളൊന്നും തീരുന്നില്ല. എന്താണ് കാരണം? അതെന്താണ്? എപ്പോഴും നാമജപങ്ങളും ക്ഷേത്ര ദർശനവും വീട്ടിലെ പൂജകളും എല്ലാം വ്രതങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും പറയുന്ന പോലെയൊന്നും അല്ല, ഞങ്ങൾക്കൊന്നും അത് ഭഗവാനൊന്നും സാധിച്ചു തരുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അതായത് ഭഗവാൻ ചെയ്യുന്നുണ്ട്, അത് നമ്മൾക്ക് അറിയുന്നില്ല എന്ന് മാത്രം. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കഥ പറയാം. അതായത് ഒരു മുക്കുവൻ, മീൻ പിടിക്കാൻ പോകുന്ന ഒരു മുക്കുവൻ ഡെയിലി മീൻ പിടിക്കാൻ പോകുകയായിരുന്നു. അവർ ഭയങ്കര ഭക്തനായിരുന്നു. മീൻ പിടിച്ചാലും മുക്കുവനാണെങ്കിലും ഭയങ്കര ഭക്തനായിരുന്നു. അപ്പോൾ ഭഗവാനോട് ചോദിക്കുകയായിരുന്നു, എന്നാണ് എൻ്റെ കഷ്ടതകളൊക്കെ എങ്ങനെ തീരുന്നത്? പിന്നെ എനിക്കിത്ര കഷ്ടമാണല്ലോ, ഞാൻ നിന്നെ അല്ലേ എപ്പോഴും വിളിക്കുന്നത്, നീയല്ലേ ഉള്ളൂ എനിക്ക്, നിൻ്റെ നീയുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഞാൻ ജീവിച്ചു പോകുന്നത്. എന്തുകൊണ്ടാണ് എന്നെ കണ്ണ് തുറന്ന് നോക്കാത്തത്? ഞാൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല, മീൻ പിടിക്കുന്നുണ്ട്, അതൊരു പാവം തന്നെയാണെന്ന് അറിഞ്ഞാലും എനിക്ക് എൻ്റെ ജോലിയാണ് അത് ഞാൻ ചെയ്യുന്നത്. ഭഗവാനെ, എന്നോട് ആ പാവം വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കൂ. പിന്നെ ഞാൻ നിന്നെ പൂജിക്കുന്നതും ഞാൻ എൻ്റെ ഓരോ ശ്വാസവും എല്ലാം ഭഗവാനോടല്ലേ സമർപ്പണം ചെയ്തിട്ടല്ലേ ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നത്. ഒരു വായി വെള്ളം കുടിക്കുകയാണെങ്കിലും ഭഗവാനെ വിചാരിച്ചു കൊണ്ടല്ലേ ഞാൻ പിന്നെ വെള്ളം കുടിക്കുന്നത്. എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്നത് എന്ന് ആ മുക്കുവൻ എന്നും ഭഗവാനോട് പരാതി പറയായിരുന്നു. അപ്പോൾ ഭഗവാൻ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവർ മീൻ പിടിക്കാനായിട്ട് പോകുകയായിരുന്നു. ഈ പൗർണമി ദിവസങ്ങളിലൊക്കെ നോക്കി വെച്ചാൽ കുറച്ച് വെളിച്ചമുള്ള പോലെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവർ മീൻ പിടിക്കാൻ പോകുകയായിരുന്നു. അവിടെ പോയി നോക്കുമ്പോൾ നേരം പുലർന്നിട്ടില്ല, കുറേ ഇരുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ കണ്ണൊന്നും കാണാത്തത് കൊണ്ട് ആ മുക്കുവൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ശരി, ഇത്തിരി നേരം പുലർന്നിട്ട് നമ്മൾക്ക് മീൻ പിടിക്കാം, കുറച്ച് നമുക്ക് വെറുതെ അങ്ങനെ ഇരിക്കാം, അപ്പോഴേക്കും ഇത്തിരി വെളിച്ചം വന്നാൽ നമുക്ക് മീൻ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ശരി, വെള്ളത്തിലൊന്ന് കൈകാലും മുഖം കഴുകാം, എന്നിട്ട് മിണ്ടാതെ ഇരിക്കാമല്ലോ, ഉറക്കം വരുന്നല്ലോ, മുഖം കഴുകിയാൽ നമുക്ക് ഉറക്കം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ മുഖമെല്ലാം കഴുകാനായിട്ട് ആ പുഴയിലോട്ട് ഇറങ്ങുകയായിരുന്നു. ഇറങ്ങുമ്പോഴാണ് ഒരു വലിയ ചാക്ക്, ആ ചാക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, എന്തോ കാലിൽ തടയുന്ന പോലെ ഉണ്ടായിരുന്നു. ആ മുക്കുവൻ ആ ചാക്ക് മെല്ലെ എടുത്തു കരയ്ക്ക് കയറ്റി വയ്ക്കുകയായിരുന്നു. അങ്ങനെ കൈയിട്ട് നോക്കുമ്പോൾ അതിൽ വെറും കല്ലുകളായിരുന്നു. ഇഷ്ടത്തിന് ഒരു ചാക്ക് ഫുള്ളും കല്ലായിരുന്നു. ശരി, അത് ഓരത്തെ വെച്ചിട്ട് നേരം പുലരണമല്ലോ, നേരം പുലർന്നാലല്ലേ നമുക്ക് കറക്റ്റായിട്ട് മീൻ പിടിക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് അവർ അങ്ങനെ ഇരിക്കുകയായിരുന്നു. നേരത്തെ വന്നു, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ശരി, നമ്മൾക്ക് കുറേ നേരം ഇരുന്നിട്ട് പിന്നെ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ മുക്കുവിന് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ശരി പറഞ്ഞ് ഒരു കല്ലെടുത്തിട്ട് അങ്ങനെ വെള്ളത്തിലോട്ട് ഇടുകയായിരുന്നു. അപ്പോൾ ഒരു സൗണ്ട് വരുമല്ലോ, വെള്ളത്തിൽ കല്ലിടുമ്പോൾ ബ്ലും എന്നുള്ളൊരു സൗണ്ട് വരുമല്ലോ. അപ്പോൾ ആ മുക്കുവൻ ഓരോന്നായിട്ട് അങ്ങനെ എടുത്തെടുത്ത് എറിയായിരുന്നു. ആ സൗണ്ട് കേട്ട് അങ്ങനെ രസിച്ചുകൊണ്ട് അവരങ്ങനെ ഇരിക്കുകയായിരുന്നു. ഓരോന്നായിട്ട് അങ്ങനെ എറിഞ്ഞ് സുമാർ ഒരു 4-5 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം ആ സൗണ്ട് കേട്ട് അങ്ങനെ രസിക്കുകയായിരുന്നു. അപ്പോഴേക്കും എല്ലാം നേരം പുലർന്നു തുടങ്ങി. നേരം പുലർന്നു. ശരി, നമ്മൾക്ക് മീൻ പിടിക്കാൻ പോവാം, എന്തോ ഈ കല്ല് കിട്ടിയത് കൊണ്ട് മഹാഭാഗ്യമായി, നമ്മൾക്ക് ടൈം പോയതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി 4 കല്ലും ഇതെന്തിനാണ്, നമുക്കെടുത്ത് കളയാലോ എന്ന് പറഞ്ഞിട്ട് അവർ ആ ചാക്കിലോട്ട് നോക്കുമ്പോഴാണ് അത് വിലപിടിച്ച വൈഡൂര്യങ്ങളും മാണിക്യവും മരകതവും എല്ലാമായിരുന്നു. അത്രയ്ക്കും വില മതിക്കുന്ന ആ കല്ലുകളെയാണ് താൻ ഇത്ര നേരം വെള്ളത്തിലോട്ട് എറിഞ്ഞ് കളിച്ചത്. ആ സൗണ്ടിന് വേണ്ടി അവർ ആ സൗണ്ട് രസിക്കാനായിട്ട് എറിഞ്ഞത് മുഴുക്കെ തനക്ക് ഭഗവാൻ തന്നിട്ടുള്ള ആ വൈഡൂര്യങ്ങളും മാണിക്യങ്ങളും എല്ലാമാണ് അവർ തൂക്കി വെള്ളത്തിലിട്ടത്. വെള്ളത്തിൽ കളഞ്ഞതൊക്കെ ഇനി എടുക്കണമെങ്കിൽ എത്ര പാടാണ്. അത് ഒലിച്ചു പോകുന്ന വെള്ളമാണ് പുഴയിൽ. അത് കിട്ടുമോ? ഇനി കിട്ടില്ല.
അപ്പോൾ തനക്ക് കിട്ടിയത് എന്താണ്? ഈ 2-3 കല്ലുകൾ മാത്രമാണ് അവർക്ക് ആ മുക്കുവിന് കിട്ടിയത്. അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും ഭഗവാൻ എല്ലാം നമ്മൾക്ക് തരുന്നുണ്ട്. നമ്മൾ എപ്പോൾ തരുന്നു, എവിടെ വെച്ച് തരുന്നു എന്നൊന്നും നമ്മൾക്ക് അറിയില്ല. ഭഗവാൻ തരുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെയാണോ ഏത് വഴിയിലാണോ ഭഗവാൻ തരുന്നത് അത് നമ്മൾക്ക് ഭഗവാൻ തന്നതാണ് എന്നുള്ളത് ആ കറക്റ്റ് രീതിക്ക് നമ്മൾ എടുത്ത് സ്വീകരിക്കുക. അവർ വിചാരിച്ചില്ലല്ലോ. അപ്പോൾ ആ മുക്കുവിന് എന്തായിരിക്കണം വിചാരിക്കേണ്ടത്? കാലിൽ തടഞ്ഞപ്പോൾ പൊക്കി കരയ്ക്ക് കല്ല് ചാക്കെടുത്ത് വയ്ക്കുമ്പോഴെന്തായിരുന്നു അവർ വിചാരിക്കേണ്ടത്? ഇത് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് കരഞ്ഞപ്പം ഭഗവാൻ എന്തെങ്കിലും എനിക്ക് സമ്മാനമായിട്ട് തന്നതായിരിക്കുക. ഭഗവാൻ കണ്ണു മിഴിച്ചു എന്ന് തോന്നുന്നു. നമുക്ക് എന്താണോ നോക്കാം. നോക്കിയ ശേഷം എന്തായാലും അക്കാലത്ത് പറയുകയാണെങ്കിൽ എന്തെങ്കിലും പന്തം ഉണ്ടാവും. ഇക്കാലത്ത് പിന്നെ മൊബൈലുണ്ടല്ലോ, ടോർച്ച്, അതാണല്ലോ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉള്ളത്. അപ്പോൾ മൊബൈലിനെ വയ്ക്കാം, പഴയ കാലമൊന്നും വേണ്ട. അപ്പോൾ ആ മൊബൈലെടുത്ത് ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കിയതാണെങ്കിൽ അറിയാമല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കാതെ ആ ലൈറ്റ് അടിച്ച് നോക്കാതെ ആ മുക്കുവൻ ഇരുന്നത്. അങ്ങനെ എന്തോ നമ്മൾക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അതായിരിക്കും നമ്മൾ പിന്നെ ഭഗവാനോടല്ലേ പറഞ്ഞത്. ഭഗവാനെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് തരാതെ ഇരിക്കില്ലല്ലോ, ചെയ്ത് തന്നതാണെന്ന് തോന്നുന്നു എന്ന് ആ മുക്കുവിന് വിചാരിക്കേണ്ടതായിരുന്നല്ലോ. ഇതെന്തോ കല്ലാണെന്ന് പറഞ്ഞ് അവർ തൂക്കി അങ്ങനെ വെള്ളത്തിലോട്ട് ഇടുകയായിരുന്നല്ലേ ചെയ്തിട്ടിരുന്നത്. അതാണ് പറയുന്നത്. എല്ലാവർക്കും ഭഗവാൻ കഷ്ടതകളെ തീർക്കുന്നതാണ്. എല്ലാവർക്കും ചെയ്തും കൊടുക്കുന്നുണ്ട്. അത് തിരിച്ചറിയാൻ നമ്മൾ അറിയണം. അതേപോലെയാണ് നമ്മൾ തോണിയിൽ തുഴഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന കഥകളാണത്. തോണി മുങ്ങിപ്പോകാറുള്ള ടൈമിൽ ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ നേരിട്ട് വന്ന് നമ്മളെ കയ്യെ പിടിച്ചിട്ടോ അങ്ങനെ എടുത്തുകൊണ്ട് കരയ്ക്കൊന്നും വയ്ക്കില്ല. ഒരു തടി കഷ്ണമാണ് ഇട്ട് തരുന്നത്. അതേ പിടിച്ച് നീന്തി കിടക്കേണ്ടത് നമ്മളാണ്. ആ തടി കഷ്ണത്തിൽ പിടിച്ചത് പാറി ഇങ്ങനെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളാണ് ആ തടി കഷ്ണത്തിലേക്ക് ഭഗവാൻ വിട്ട വഴിയാണെന്ന് പറഞ്ഞിട്ട് അതിൽ കയറി വന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അയ്യോ ഭഗവാനെ വന്നു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നേരിലൊന്നും വന്ന് രക്ഷിക്കില്ല. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യവും, അങ്ങനെ തന്നെയാണ്. അത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ ബാക്കിയൊക്കെ പിന്നെ പറയാം ചെറുതായിട്ട്. ഒരുപാട് ഞാൻ എപ്പോഴും പറയുന്ന മാതിരിയാണ് ഞാനിപ്പോഴും പറയുന്നത്. ഒരുപാട് ലോങ് വീഡിയോ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് എന്നെ ചീത്ത വിളിക്കും. ഈ ചേച്ചി ഇങ്ങനെ വെറുതെ വളവളാന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ആര് കേൾക്കാനാന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ ചീത്ത വിളിക്കില്ലേ. അതുകൊണ്ട് ഞാൻ മതിയാക്കുകയാണ്. ഓം സായിറാം. എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി ഓം സായിറാം.